ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഷെയർ മേടിക്കുവാനായിട്ട് പോകുന്നത് വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ്. ഇത്തരത്തിൽ നമ്മൾ ഒരു ഷെയർ അനലൈസ് ഒക്കെ ചെയ്തിട്ട് നമ്മളത് എത്ര രൂപയ്ക്ക് മേടിക്കണം, എത്ര ക്വാണ്ടിറ്റി മേടിക്കണം എന്നൊക്കെ ഫിക്സ് ചെയ്തിട്ട് ബൈ ചെയ്യുവാനായിട്ട് നമ്മൾ ആദ്യമായി പോകുന്ന സമയത്ത് അവിടെ നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസ് ലഭിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഓർഡർ ടൈപ്പ് വെറൈറ്റികളും പ്രോഡക്റ്റ് വെറൈറ്റികളും അതുപോലെ തന്നെ ഓർഡർ വാലിഡിറ്റിയുടെയും പലതരത്തിലുള്ള ടൈപ്പുകളൊക്കെ കണ്ടത് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി ഒരു സ്റ്റോക്ക് മേടിക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ചില തെറ്റുകളൊക്കെ മാറ്റുവാനായിട്ട് എത്തരത്തിൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ വളരെ സിമ്പിളായിട്ട്, കാരണം ഇത് വലിയ കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യാം, എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റോക്ക് മേടിക്കുന്നത്, ട്രേഡിങ്ങിന് വേണ്ടിയാണ് നിങ്ങൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്തരത്തിലാണ് ബൈ ചെയ്യേണ്ടതെന്നും സെല് ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി സ്റ്റോക്ക് ബൈ ചെയ്യുന്ന സമയത്ത് എത്തരത്തിലാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതും, ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് എന്തൊക്കെയാണെന്നും അത് എത്തരത്തിലാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുക. ഇത് തുടക്കക്കാർക്ക് വേണ്ടി കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോയാണ്. ഈ വീഡിയോ വെറും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് മുഴുവനായും തന്നെ കാണുക, ഇത് മനസ്സിലാക്കുക. കാരണം ഇത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾ സ്റ്റോക്ക് പിക്കിങ്ങും ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ഒക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഓർഡർ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക എന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഗ്രോ ടുഗദർ എന്ന് പറയുന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ വാല്യൂ ഇൻവെസ്റ്റിംഗിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ നിങ്ങളോടൊപ്പം തന്നെ എപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യമായി തന്നെ ഗ്രോ ടുഗദർ എന്ന് പറയുന്ന ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് രാജേഷ് ബാലചന്ദ്രൻ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഇവിടെ ഡെമോ ചെയ്യാനായിട്ട് SBIയുടെ ഷെയറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല, നമ്മളിത് ഡെമോ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ SBIയുടെ ഷെയർ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്നത് Zerodha എന്ന് പറയുന്ന സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ആണ്. നമ്മൾ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് പർട്ടിക്കുലർ സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തു, റേറ്റൊക്കെ എത്ര ക്വാണ്ടിറ്റി മേടിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അതിനുശേഷം നമ്മൾ ബൈ ചെയ്യുവാനായിട്ട് നമ്മളതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ പല ഡീറ്റെയിൽസും ഉണ്ടാകും. അതിനകത്ത് ബൈ സെൽ എന്നിങ്ങനെ 2 ബട്ടൺ ഉണ്ടാകും. അതിൽ നമ്മൾ ബൈ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വരുമ്പോൾ അതിനകത്ത് ക്വാണ്ടിറ്റി, പ്രൈസ്, പ്രോഡക്റ്റിൽ തന്നെ 2 തരത്തിലുള്ള പ്രോഡക്റ്റാണ്. ഓർഡർ തന്നെ 4 തരത്തിലുള്ള ഓർഡർ വേറെ ഉണ്ട്. അതുകൂടാതെ സെറ്റ് സ്റ്റോപ്പ് ലോസ്, സെറ്റ് ടാർഗറ്റ്, വെറൈറ്റി തന്നെ പിന്നെയും 4 തരത്തിലുണ്ട്, വാലിഡിറ്റി 2 തരത്തിൽ, ഡിസ്ക്ലോസ് ക്വാണ്ടിറ്റി എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻസൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിപ്പോവും. ഇതിൽ നമുക്ക് 1 ബൈ 1 ആയിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ആദ്യത്തെ ഇതിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഉള്ളതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു ഷെയർ മാത്രമാണ് മേടിക്കുന്നതെങ്കിൽ 1 ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 100 ആണെങ്കിൽ 100 ടൈപ്പ് ചെയ്യാം. അതിനുശേഷം പിന്നീടുള്ളതെന്ന് വെച്ചാൽ പ്രൈസാണ്. പ്രൈസ് നമുക്ക് എത്ര രൂപയാണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 191 രൂപയാണ് ഇന്നത്തെ റേറ്റ് എങ്കിൽ 190 രൂപയ്ക്ക് മേടിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 190 രൂപ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 2 തരത്തിലുള്ള പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, CNC എന്നും MIS എന്നും. ഇതിൽ CNC എന്ന് പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറയുന്ന ഡെലിവറി ബേസ്ഡ് ആയിട്ടുള്ള ബൈയിങ് പ്രോഡക്റ്റാണ്. അതായത് നമ്മൾ ഒരു ഷെയറിനെ മേടിച്ച് ഒരു ദിവസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുവാനും, അതായത് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം, 2 മാസം, 10 വർഷം വരെ ഇത്ര വേണമെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യുവാനുള്ള തരത്തിൽ നമ്മൾ ഷെയർ മേടിക്കുമ്പോൾ അത് പക്ഷേ ഒരു ദിവസത്തിൽ കൂടുതലായിരിക്കണമെന്ന് മാത്രമാണ്. അതിന് നമ്മൾ CNC ബേസ്ഡ് ആയിട്ടുള്ള ബൈയിങ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഡെലിവറി ബേസ്ഡ് ആയിട്ടുള്ള ബൈയിങ്. അതിന് വേണ്ടിയാണ് നമ്മൾ CNC ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ CNC ഓർഡറിൽ നമുക്ക് ഒരുപാട് പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളതെന്ന് പറയുന്നത്, നമ്മൾ CNC ബേസിൽ അല്ലെങ്കിൽ ഡെലിവറി ബേസിൽ ഇന്ന് മേടിച്ച ഷെയറിനെ നമുക്ക് ഇന്ന് തന്നെ വിൽക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത്തരത്തിൽ CNC അല്ലെങ്കിൽ ഡെലിവറി ബേസിൽ മേടിച്ച ഷെയർ, ഇന്ന് മേടിച്ച ഷെയറിനെ നമുക്ക് ഇന്ന് തന്നെ വിൽക്കുവാനും സാധിക്കുന്നതാണ്. ഈ CNC പ്രോഡക്റ്റ് വഴി നമ്മൾ എത്ര ഷെയർ ആണോ മേടിക്കാൻ ആഗ്രഹിക്കുന്നത് അത്രയും ഷെയറിൻ്റെ തുല്യമായിട്ടുള്ള എമൗണ്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ ബൈയിങ് ഓർഡർ എക്സിക്യൂട്ട് ആകത്തുള്ളൂ. ഇതിൽ നമുക്ക് ഒരു തരത്തിലുള്ള മാർജിനും അല്ലെങ്കിൽ കടവും ബ്രോക്കറുടെ കയ്യിൽ നിന്ന് നമുക്ക് ഉണ്ടാകാറില്ല.
ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആയിട്ടുള്ള സീറോദ, അപ്സ്റ്റോക്ക് അതുപോലത്തെയുള്ള ബ്രോക്കേഴ്സ് ഒന്നും തന്നെ ഡെലിവറി ബേസ്ഡ് ആയിട്ടുള്ള ബൈയിങ്ങിന് നമുക്ക് മാർജിൻ തരാറില്ല. ഡിസ്കൗണ്ട് ബ്രോക്കർ അല്ലാത്ത ട്രഡീഷണൽ ബ്രോക്കേഴ്സ് അവരുടെ ചാർജസ് ഒക്കെ പൊതുവേ കുറച്ച് കൂടുതലാണെങ്കിലും അവർ നമുക്ക് ഡെലിവറി ബേസ്ഡ് ആയിട്ടുള്ള ബൈയിങ്ങിന് മാർജിൻ തരാറുണ്ട്. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ ടോട്ടൽ എമൗണ്ടിന് തുല്യമായ ഒരു പെർസെൻറ്റേജ് അത് ഓരോ ബ്രോക്കേഴ്സിനും ഡിഫറെൻ്റ് ആയിരിക്കും. അത്തരത്തിലൊരു പെർസെൻറ്റേജിൻ്റെ കാൽക്കുലേഷനിൽ നമുക്ക് മാർജിൻ ഈ ട്രഡീഷണൽ ബ്രോക്കേഴ്സ് നമുക്ക് തരാറുണ്ട്. ഇനി അടുത്തത് MIS എന്ന് പറയുന്ന ഒരു ഓർഡർ ടൈപ്പാണ്. ഈ MISൻ്റെ ഫുൾ ഫോം മാർജിൻ ബേസ്ഡ് ഇൻട്രാഡേ സ്ക്വയർ ഓഫ് എന്നാണ്. ഈ MIS എന്ന് പറയുന്ന ഓർഡർ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്തൊരു സ്റ്റോക്ക് ബൈ ചെയ്യുകയാണെങ്കിൽ അത് മെയിൻലി ഇൻട്രാഡേ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഇന്ന് തന്നെ മേടിച്ച് ഇന്ന് തന്നെ വിൽക്കുന്ന രീതിയിലുള്ള, ലോസ് ആണെങ്കിൽ ലോസ്, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻട്രാഡേ ടൈപ്പ് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് MIS ഓർഡർ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ MIS ഓർഡർ പ്രകാരം ഒരു ഷെയർ മേടിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സപ്പോസ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം നമ്മളൊരു ഷെയർ മേടിച്ചു രാവിലെ, അത് വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ആകുന്നതിന് മുൻപേ 3 മണി കഴിഞ്ഞ് 20 മിനിറ്റിന് മുന്നേ തന്നെ നമ്മുടെ പൊസിഷൻസ് നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തിരിക്കണം. അതായത് ആ ഷെയർ നമ്മൾ രാവിലെ ബൈ ചെയ്തതാണെങ്കിൽ വൈകുന്നേരം 3:20 മുമ്പ് അത് സെല്ല് ചെയ്തിരിക്കണം. അതല്ല രാവിലെ നമ്മൾ സെല്ല് ചെയ്തതാണെങ്കിൽ വൈകുന്നേരം 3:20 മുമ്പ് നമ്മൾ ബൈ ചെയ്ത് പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ബ്രോക്കേഴ്സ് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ MIS ഓർഡറിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ ബ്രോക്കറുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അത് ഇത്തരത്തിൽ തന്നെയാണ്. ഓരോ ബ്രോക്കേഴ്സും അവരുടെ സ്ക്വയർ ഓഫ് ടൈം നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി മെസ്സേജ് ചെയ്യാറുണ്ട്. ചില ബ്രോക്കേഴ്സിന് 3:20, ചില ബ്രോക്കേഴ്സിന് 3 മണി കഴിഞ്ഞ് 10 മിനിറ്റും ആണ്. അപ്പോൾ ഈ ഒരു ടൈമിന് മുന്നേ തന്നെ നമ്മൾ പൊസിഷൻസൊക്കെ നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തിരിക്കണം. അതല്ല നമ്മുടെ ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ആവുകയാണ് എങ്കിൽ അതിന് അഡീഷണൽ ചാർജസ് നമ്മുടെ ബ്രോക്കേഴ്സ് നമുക്ക് മുകളിൽ ചുമത്തുന്നതാണ്. പക്ഷേ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് രാവിലെ ഒരു ഷെയർ മേടിച്ചു, നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ആ ഷെയർ ഇന്ന് തന്നെ നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇന്ന് തന്നെ സെല്ല് ചെയ്തുകൊണ്ട് നമ്മുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നടക്കാതെ ഷെയറിൻ്റെ പ്രൈസ് താഴേക്ക് വരികയാണ്. അപ്പോൾ ആ നഷ്ടത്തിൽ നമുക്ക് ആ ഷെയർ വിറ്റ് കളയാൻ താല്പര്യമില്ല. പക്ഷേ എന്നാൽ നമുക്ക് ഉറപ്പാണ് 1-2 ദിവസത്തിനുള്ളിൽ ഇത് പിന്നെയും പ്രോഫിറ്റിലേക്ക് വരും, നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ MIS ഓർഡർ പ്രകാരം മേടിച്ച ഷെയറിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് CNC അല്ലെങ്കിൽ ഡെലിവറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഡറാക്കി മാറ്റാവുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, CNCയിൽ നമുക്ക് ക്യാഷ് ഉണ്ടായിരിക്കണം എന്നെങ്കിൽ മാത്രമേ മേടിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ MIS പ്രകാരം മേടിച്ചിട്ടുള്ള സ്റ്റോക്കിൻ്റെ തുല്യമായ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് CNCയിലേക്ക് അല്ലെങ്കിൽ ഡെലിവറി ബേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ MIS അല്ലെങ്കിൽ ഇൻട്രാഡേ പ്രോഡക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബ്രോക്കറുടെ ഭാഗത്ത് നിന്നും ഒരു നിശ്ചിത തുക നമുക്ക് മാർജിനായി ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കൈവശമുള്ള എമൗണ്ടിനേക്കാൾ കുറച്ച് മടങ്ങ് കൂടി അധികം മാർജിൻ നമുക്ക് ലഭിക്കുന്നതിനോടുകൂടി നമുക്ക് കൂടുതൽ എമൗണ്ടിന് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നു. ഇത് പ്രോഫിറ്റ് കിട്ടിയാൽ അത്രയും പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ലോസിലാണ് നമ്മുടെ ട്രേഡ് പോകുന്നതെങ്കിൽ അതുപോലെ തന്നെ നഷ്ടവും നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തീരുമാനമെടുക്കുന്നു, ഒന്നിൽ കൂടുതൽ ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യാനാണോ അതോ ഇൻട്രാഡേ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡ് ചെയ്യാനാണോ എന്നുള്ള തീരുമാനമെടുത്തു. അതിനുശേഷം അത് സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ ഓർഡേഴ്സാണ് അവിടെ കാണാൻ പറ്റുന്നത്. 4 തരത്തിലുള്ള ഓർഡേഴ്സാണ് പ്രധാനമായുള്ളത്. മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ, SL എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡറാണ്, SLM എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറാണ്. ഈ ഓർഡേഴ്സ് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാർക്കറ്റ് സെലക്ട് ചെയ്യാം. ഇതിൽ മാർക്കറ്റ് ഓർഡർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാനുള്ള ആ ഒരു ഏരിയ ഡിസേബിൾ ആകുന്നു, നമുക്കൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ഇത്തരത്തിൽ നമ്മൾ മാർക്കറ്റ് ഓർഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് മാർക്കറ്റിൽ എന്താണോ ഷെയർ മേടിക്കുവാൻ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ്, ആ പ്രൈസിൽ നമുക്ക് ഷെയർ മേടിക്കപ്പെടുന്നു. ഇനി നമുക്ക് ലിമിറ്റ് ഓർഡർ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, മാർക്കറ്റിൽ നിന്ന് നമ്മൾ ലിമിറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പ്രൈസ് ടൈപ്പ് ചെയ്യാനുള്ള ഏരിയ ഇനേബിൾ ആയി കഴിഞ്ഞ് നമുക്കവിടെ പ്രൈസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സപ്പോസ് 190 രൂപയ്ക്കാണ് SBIയുടെ ഷെയർ മേടിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ പറയുന്ന പ്രൈസ് ലിമിറ്റിൽ ഷെയർ നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ സെലക്ട് ചെയ്യുന്നത്. കറൻ്റ്ലി ഷെയറിൻ്റെ പ്രൈസ് 195 രൂപയാണെന്ന് വിചാരിക്കുക. നമുക്ക് വേണ്ടത് 190 രൂപയ്ക്കാണ്. നമ്മൾ ലിമിറ്റ് ഓർഡറും പ്ലേസ് ചെയ്തു. ഇത്തരത്തിൽ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണോ ആ ദിവസം ഷെയറിൻ്റെ പ്രൈസ് 190 രൂപയിലേക്ക് എത്തുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക്
ഓർഡർ എക്സിക്യൂട്ടായി കിട്ടുകയുള്ളൂ. അതല്ല ഇന്നത്തെ ദിവസം ആ ഷെയറിൻ്റെ പ്രൈസ് 190 എത്തുന്നില്ല എങ്കിൽ വൈകുന്നേരം 3:30 കഴിയുന്നതോടുകൂടി ക്യാൻസലാകുന്നു, ഷെയർ നമുക്ക് പർച്ചേസ് ആകില്ല. ഇനി നമ്മൾ ലിമിറ്റിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് ഓർഡർ സെലക്ട് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഓർഡർ പേര് പോലെ തന്നെ നമുക്കുണ്ടാകുന്ന നഷ്ടത്തെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഓർഡർ ടൈപ്പാണ്. ഇത് ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനകരമായ ഓർഡറാണ്. സ്റ്റോപ്പ് ലോസ് ഓർഡറിൽ പ്രധാനമായിട്ടും നമുക്ക് 2 തരത്തിലുള്ള പ്രൈസാണ് കൊടുക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഇവിടെ ഈ തരത്തിൽ കാണുന്ന ട്രിഗർ എന്ന് പറയുന്ന പ്രൈസ്, അതോടൊപ്പം തന്നെ നമ്മൾ നോർമലി സാധാരണ അടിച്ചു കൊടുക്കുന്ന നമ്മുടെ ബൈയിങ് പ്രൈസ്. ഇതിൽ ട്രിഗർ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ബൈയിങ് പ്രൈസിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ എത്തരത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഒരു ഷെയർ 100 രൂപയ്ക്ക് മേടിച്ച് ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യുന്നു. അന്ന് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ആ ഷെയറിൻ്റെ പ്രൈസ് 110 രൂപയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ച് ആ ഷെയറിൻ്റെ പ്രൈസ് 95 രൂപയിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. അതുവരെയുള്ള നഷ്ടങ്ങൾ നമുക്ക് സഹിക്കാമെന്ന് വിചാരിക്കുക. അതിലും താഴത്തേക്ക് പോയാൽ വലിയ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകുമെന്ന് നമുക്കൊരു തോന്നൽ വരികയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു നഷ്ടം ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നു. നമുക്ക് 95 രൂപയിൽ നിന്ന് താഴത്തേക്ക് നഷ്ടം സഹിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം 94 രൂപ ഷെയറിൻ്റെ പ്രൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് സെല്ല് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ ട്രിഗർ പ്രൈസ് നമ്മൾ യഥാർത്ഥത്തിൽ സെല്ല് ചെയ്യേണ്ട പ്രൈസിൻ്റെ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുക. ഉദാഹരണത്തിന് 94 രൂപ 50 പൈസയെന്നോ അല്ലെങ്കിൽ 95 രൂപയെന്നോ നമുക്കിവിടെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് യഥാർത്ഥത്തിൽ സെല്ല് ചെയ്യേണ്ട പ്രൈസായിട്ടുള്ള 94 രൂപ നമ്മളിവിടെ കൊടുക്കുന്നു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഷെയറിൻ്റെ പ്രൈസ് 100-ൽ നിന്നും 97 96 95 എന്ന് പറയുന്ന നമ്മുടെ ട്രിഗർ പ്രൈസിലേക്ക് വരുമ്പോൾ ആ ട്രിഗർ പ്രൈസിൽ ഹിറ്റാകുന്ന സമയത്ത് നമ്മുടെ ഓർഡർ ആക്റ്റീവ് ആകുന്നു. അതിനുശേഷം 94 രൂപയ്ക്കും 95 രൂപയ്ക്കും ഇടയ്ക്കുള്ള ഒരു പ്രൈസിൽ നമ്മുടെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആകുന്നു, നമ്മുടെ ഷെയറുകൾ സെല്ലാകുന്നു. ഇനി ഒരു പക്ഷേ അത് കഴിഞ്ഞിട്ട് 94-ൽ നിന്ന് ഷെയറിൻ്റെ പ്രൈസ് പതുക്കെ താഴത്തേക്ക് 90 രൂപ വരെ അല്ലെങ്കിൽ 85 രൂപ വരെ പോയേക്കാം. പക്ഷേ നമ്മൾ കറക്റ്റ് സമയത്ത് സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്തതുകൊണ്ട് നമ്മുടെ നഷ്ടം ഇവിടെ വെറും 5 രൂപയായി മാത്രം ഒതുങ്ങി. ഇത്തരത്തിൽ നമ്മുടെ നഷ്ടത്തിനെ സ്റ്റോപ്പ് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓർഡറാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ. ഇത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും എല്ലാ ട്രേഡേഴ്സും വളരെ മസ്റ്റായിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. കാരണം മാർക്കറ്റിൽ പെട്ടെന്നുണ്ടാകാവുന്ന എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊണ്ട് ഷെയറിൻ്റെ പ്രൈസ് പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ നഷ്ടങ്ങളിൽ നിന്ന് ഈ സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ രക്ഷിക്കുന്നു. ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ എന്താണെന്നുള്ളത് നോക്കാം. ഈ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് ഓർഡറെ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇത് സ്റ്റോപ്പ് ലോസ് ഓർഡറിൻ്റെയും മാർക്കറ്റ് ഓർഡറിൻ്റെയും കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ടൈപ്പാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ട്രിഗർ പ്രൈസ് മാത്രം എനേബിളായി കിട്ടുന്നു. അതിനുശേഷം നമുക്കറിയാം മാർക്കറ്റ് ഓർഡറിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പ്രൈസ് ടൈപ്പ് ചെയ്യുന്നതിനുള്ള ഏരിയ ഇപ്പോഴും ഡിസേബിൾഡ് ആണ്. അതിനർത്ഥം നമ്മൾ ട്രിഗർ പ്രൈസ് മാത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് നമുക്ക് നേരത്തെ പറഞ്ഞത് കണക്ക് 100 രൂപയ്ക്ക് ഒരു ഷെയർ മേടിക്കണമെങ്കിൽ നമ്മൾ ട്രിഗർ പ്രൈസ് 101 രൂപ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എപ്പോഴാണോ 101 രൂപയിലേക്ക് ഷെയറിൻ്റെ പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക്കലി തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മുടെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവുന്നു, ഷെയർസ് ബൈ ആയി കിട്ടുന്നു. ഇനി അടുത്ത് നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് വെറൈറ്റി ഓഫ് ഓർഡേഴ്സ് അവിടെ കാണാൻ സാധിക്കും. ഈ വെറൈറ്റി ഓഫ് ഓർഡേഴ്സ് തന്നെ റെഗുലർ ഓർഡർ, ബ്രാക്കറ്റ് ഓർഡർ, കവർ ഓർഡർ, ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്നിങ്ങനെ 4 ടൈപ്പ് ഓർഡേഴ്സ് അവിടെ ഉണ്ട്. ഇതിൽ റെഗുലർ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിനും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിനും ഇടയ്ക്ക് പ്ലേസ് ചെയ്യുന്ന ഓർഡേഴ്സ് നമ്മൾ റെഗുലർ ഓർഡറായിട്ടാണ് സെലക്ട് ചെയ്ത് പ്ലേസ് ചെയ്യുന്നത്. അതായത് രാവിലെ 9:15 ശേഷവും വൈകുന്നേരം 3:30 മുൻപുമായിട്ട് നമ്മൾ ഏതെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് റെഗുലർ ഓർഡറിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബ്രാക്കറ്റ് ഓർഡറും കവർ ഓർഡറുമാണ്. ഈ 2 ഓർഡേഴ്സും ഡെലിവറി ബേസ്ഡ് അല്ലെങ്കിൽ CNC ബേസ്ഡ് ആയിട്ടുള്ള ഓർഡറിൽ ഉപയോഗിക്കുന്നതല്ല. ഇത് രണ്ടും ഇൻട്രാഡേ ബേസ്ഡ് ആയിട്ടുള്ള ഓർഡറിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ 2 ഓർഡർ ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്യുന്നതാണ്, കാരണം ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്ത ഓർഡർ എന്ന് പറയുന്നത് AMO ഓർഡറാണ്, അഥവാ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്നാണ്. ഇത് നമ്മൾ മാർക്കറ്റിൻ്റെ നോർമൽ ടൈമിങ്ങിലല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലും മാർക്കറ്റിൻ്റെ ടൈമിങ്ങിന് പുറത്തുള്ള ടൈമിങ്ങിലേക്ക് നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴാണ് AMO ഓർഡർ ഉപയോഗിക്കുന്നത്. അതായത് രാവിലെ 9:15 മുൻപും വൈകുന്നേരം 3:30 ശേഷവും നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ വാലിഡിറ്റിയിലേക്ക് വരുമ്പോൾ 2 തരം വാലിഡിറ്റിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഡേ, മറ്റേത് IOC അഥവാ ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ എന്ന് പറയുന്ന വാലിഡിറ്റി ടൈപ്പ്. ഇതിൽ നമുക്ക് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി
ആ ദിവസം മാർക്കറ്റ് ക്ലോസ് ആകുന്നത് വരെയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് രാവിലെ 9:30 ഒരു ഓർഡർ പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. വൈകുന്നേരം 3:30 വരെ എപ്പോഴാണോ ആ ഓർഡർ എക്സിക്യൂട്ട് ആകുന്നത് അതുവരെ ആ ഓർഡറിന് വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അതല്ല നമ്മൾ സെറ്റ് ചെയ്ത പ്രൈസിൽ അന്നത്തെ ദിവസം ഷെയറിൻ്റെ പ്രൈസ് വന്നില്ല എങ്കിൽ വൈകുന്നേരം 3:30 ശേഷം ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ ഓർഡർ ക്യാൻസലായി പോകുന്നു. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ എന്ന് പറയുന്ന IOC ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഷെയറിൻ്റെ പ്രൈസ് 100 രൂപയ്ക്ക് തന്നെ മേടിക്കണമെന്ന് വിചാരിച്ചു നമ്മൾ ആ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ആ സമയത്ത്, അതായത് ഷെയറിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് 100 രൂപയ്ക്ക് ഷെയർ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ആ ഓർഡർ എക്സിക്യൂട്ട് ആവുകയുള്ളൂ. അല്ലെങ്കിൽ അത് അപ്പോൾ തന്നെ ക്യാൻസലായി പോകുന്നു. ഇനി അടുത്തത് നമുക്ക് ഡിസ്ക്ലോസ് ക്വാണ്ടിറ്റിയാണ്. ഇതിൽ നമുക്ക് ഓപ്ഷനിലാണ്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി ഡിസ്ക്ലോസ് ചെയ്യാം. നമ്മൾ എത്രയാണ് മേടിക്കുന്നതെന്നുള്ള ആ ക്വാണ്ടിറ്റി കംപ്ലീറ്റ്ലി അടിച്ചു കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്വൈപ്പ് ടു ബൈ എന്ന ബട്ടണിൽ നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മളൊരു ഷെയർ സെല്ല് ചെയ്യാൻ പോകുന്ന സമയത്തും നമുക്കത് നോക്കാം. ഇത്തരത്തിൽ നമ്മൾ ഷെയറിനകത്ത് ഇത്തരത്തിൽ നമ്മൾ ആ സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൈ സെൽ എന്ന ഓപ്ഷൻ കിട്ടുന്നു. നമ്മൾ സെല്ല് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എത്രയാണോ നമുക്ക് സെല്ല് ചെയ്യേണ്ടത് ആ ക്വാണ്ടിറ്റി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം എത്ര രൂപയ്ക്കാണോ നമ്മൾ സെല്ല് ചെയ്യേണ്ടത് അതും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. പ്രോഡക്റ്റ് CNC MIS CNC ബേസിലാണ് നമ്മൾ മേടിച്ചതെങ്കിൽ തീർച്ചയായിട്ടും തന്നെ അത് CNC അല്ലെങ്കിൽ ഡെലിവറി ബേസിൽ തന്നെ നമ്മളത് സെല്ല് ചെയ്യണം. MIS ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അന്ന് മേടിച്ച് അന്ന് വൈകുന്നേരം വെക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും MISൽ തന്നെ നമ്മൾ ആ പ്രോഡക്റ്റ് MIS പ്രോഡക്റ്റ് തന്നെ സെലക്ട് ചെയ്ത് നമ്മൾ സെല്ല് ചെയ്യണം. അതിനുശേഷം മാർക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റിൽ അന്നേരം എന്താണോ ആ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് ആ റേറ്റിൽ തന്നെ ഷെയർ സെല്ലാകുന്നു. ഇനി അതല്ല നമ്മൾ ലിമിറ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ലിമിറ്റ് പ്രൈസ് നമ്മൾ അടിച്ചു കൊടുക്കുന്ന ലിമിറ്റ് പ്രൈസ് എന്താണോ ആ പ്രൈസിൽ എപ്പോഴാണോ ഷെയറിൻ്റെ പ്രൈസ് വരുന്നത് ആ സമയത്ത് ഷെയർ ലിമിറ്റ് പ്രൈസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രൈസിൽ സെല്ലാകുന്നു. സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രിഗർ പ്രൈസ് നമുക്ക് സെല്ല് ചെയ്യേണ്ട നമ്മൾ വിചാരിച്ചിരിക്കുന്ന പ്രൈസിന് കുറച്ച് മുകളിലായി നമ്മൾ സെറ്റ് ചെയ്യുന്നു. എപ്പോഴാണോ ഷെയറിൻ്റെ പ്രൈസ് ട്രിഗർ പ്രൈസിൽ ടച്ച് ആകുന്നത്, ട്രിഗർ പ്രൈസ് ആക്റ്റീവ് ആകുന്നു, അതിനുശേഷം നമ്മുടെ ഓർഡർ സെല്ല് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രൈസിനും ട്രിഗർ പ്രൈസിനും ഇടയ്ക്കുള്ള ഒരു പ്രൈസിൽ സെല്ലാകുന്നു. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രിഗർ പ്രൈസ് കൊടുക്കണം. ട്രിഗർ പ്രൈസിൽ ഷെയറിൻ്റെ പ്രൈസ് വരുന്ന സമയത്ത് നമ്മുടെ ഓർഡർ ആക്റ്റീവ് ആകുന്നു. അതിനുശേഷം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സെല്ലിംഗ് റേറ്റിന് നമ്മുടെ ഷെയർസ് സെല്ലാകുന്നു. അതുപോലെ തന്നെ സെല്ലിങ്ങിൽ നമുക്ക് വെറൈറ്റി ഓഫ് ഓർഡർ എന്ന് പറയുന്ന റെഗുലറും ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. വാലിഡിറ്റി ഡേയും IOCയും ഉണ്ട്. അതിനുശേഷം നമുക്ക് ഡിസ്ക്ലോസ് ക്വാണ്ടിറ്റി ഇവിടെയും ഉണ്ട്. എത്ര ഷെയർ സെല്ല് ചെയ്തു നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് പിന്നെയും ഓപ്ഷണൽ തന്നെയാണ്. അതിനുശേഷം നമ്മൾ സ്വൈപ്പ് ടു സെല്ല് അല്ലെങ്കിൽ സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഓർഡേഴ്സൊക്കെ എക്സിക്യൂട്ട് ആകുന്നു, ഷെയർസൊക്കെ സെല്ലാകുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഒരു ഓർഡർ എത്തരത്തിലാണ് പ്ലേസ് ചെയ്യേണ്ടത്, അത് ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും എത്തരത്തിലാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഇനിയും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.